നമുക്ക് അപ്പോൾ ബോഡി ഹീൽ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓരോ സെല്ലുകളും പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ 5 ദിവസം കഴിയുമ്പോഴും നമ്മുടെ സ്റ്റൊമക്കിലെ ലൈനിങ് പുതിയതായിട്ട് ശരീരം നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ പുതിയ സ്കിന്നുകൾ ശരീരം ഓരോ സെല്ലും മാറ്റി പുതിയ സെല്ലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കും. ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും പുതിയ ലിവർ വരും. 2 മാസം കഴിയുമ്പോഴേക്കും പുതിയ DNA സെല്ലിനുള്ളിൽ വരും. 3 മാസം കഴിയുമ്പോഴേക്കും ബോണുകളെല്ലാം പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഓരോ 4 മാസം കഴിയുമ്പോൾ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് പുതിയ ബ്ലഡ് ആകും. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ തലച്ചോറിലെ ഓരോ സെല്ലുകളും മാറി പുതിയ സെല്ലായിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും ശരീരം തന്നെ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രവർത്തനം തടസ്സപ്പെടുമ്പോഴാണ് ഒരാൾ ക്രോണിക് ഡിസീസ്, ഒരു മാറാത്ത രോഗിയായിട്ട് മാറുന്നത്. ഒരാൾ മാറാ രോഗിയായി മാറുന്നത് എപ്പോഴാണ്? അയാളുടെ ശരീരത്തിന് പുതിയ സെല്ലുകൾ നിർമ്മിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോഴാണ്.